അമ്മ എന്നതാണ് ഏറ്റവും മനോഹരമായ വാക്ക് എന്നാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല, ആ വാക്കിന് വലിയ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയും സ്റ്റേറ്റ് സെനറ്റും കണ്ടെത്തിയിരിക്കുന്നത്. അതനുസരിച്ച് അവരൊരു ബില്ല് പാസ്സാക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഗവർണർ കാത്തി ഹോക്കൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് നിയമമാകും. പിന്നെ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ അച്ഛനും അമ്മയുമില്ല. അമ്മയ്ക്ക് പകരം ഉപയോഗിക്കേണ്ട വാക്ക് ഗസ്റ്റേറ്റിംഗ് പേരൻറ്റ്, അതായത് ഗർഭം ധരിക്കുന്ന രക്ഷിതാവ്. അച്ഛൻ്റെ പേര് ഗർഭം ധരിക്കാത്ത രക്ഷിതാവ്. ഇത് വലിയ ആവശ്യമാണെന്നാണ് ബ്രോങ്സിൽ നിന്നും വെസ്റ്റ്ചെസ്റ്ററിൽ നിന്നുമുള്ള 2 അസംബ്ലി അംഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അവരാണ് ബില്ല് അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ബ്രോങ്സ് ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു ബോറോയാണ് ഈ ബ്രോങ്സ്. കറുത്തവർഗ്ഗക്കാർ കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലം, ദാരിദ്ര്യവും കഷ്ടപ്പാടുമൊക്കെ ഏറെയുള്ള സ്ഥലം. അപ്പോൾ അതേപ്പറ്റിയൊന്നുമല്ല ചിന്തിക്കുന്നത് ഇവിടെ. അമ്മയുടെ പേര് മാറ്റുക, അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ അസംബ്ലി അംഗങ്ങളൊക്കെ കരുതുന്നത് എന്ന് പറഞ്ഞാൽ എത്ര സങ്കടകരമായൊരു കാര്യമാണത്. അപ്പോൾ അതിനേക്കാളും വലിയ സങ്കടം തോന്നിയത് അത് മറ്റ് അസംബ്ലി അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും അത് അംഗീകരിച്ചു. അത് അംഗീകരിച്ചത് ആ ബില്ല് ഗവർണർക്ക് ഒപ്പിടാൻ വേണ്ടി വിട്ടിരിക്കുന്നു. അപ്പോൾ അത്രയും ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ അസംബ്ലിയിലും സെനറ്റിലും ഒക്കെയുള്ള ആളുകൾ കരുതുന്നതെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോൾ ഇതിനെതിരെയാണ് ഈ ട്രംപിൻ്റെ മാഗാ പ്രസ്ഥാനം ശക്തമായിട്ട് രംഗത്ത് വന്നത്. ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു, ആണും പെണ്ണും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു വിഭാഗം ആളുകളില്ല. അങ്ങനെ തന്നെ പാസ്പോർട്ടിലൊക്കെ ആണും പെണ്ണുമല്ലാത്ത ആ ഒരു അർത്ഥം വരുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളൊന്നും പാടില്ല. ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ്. ജനിച്ചപ്പോഴേതായിരുന്നോ നിങ്ങളുടെ ജെൻഡർ, അത് തന്നെയാണ് നിങ്ങൾ. അല്ലാതെ പിന്നെ അത് മാറ്റാനോ പിന്നെ അതിന് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ആണാകാനോ പെണ്ണാകാനോ ഒന്നും പറ്റത്തില്ല എന്നാണ് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞതും. അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇങ്ങനെ തീവ്ര ഇടതുപക്ഷ ഇങ്ങനെയുള്ള നിലപാടുകളുള്ള കുറേ ആളുകളുണ്ട്. അവർ നിയമങ്ങളും ഒക്കെ കൊണ്ടുവരും. അതനുസരിച്ച് മറ്റുള്ളവർ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ നമ്മൾ കാണുന്നു. ഇപ്പോൾ കാലിഫോർണിയയും ന്യൂയോർക്കുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത്. കാലിഫോർണിയയിൽ നമുക്കറിയാം ഇനിയിപ്പം അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുമെന്ന് നമ്മൾ കരുതുന്ന ഗാവിൻ ന്യൂസമാണ് ഈ സ്വർഗ വിവാഹം അതിന് സാധ്യത കൊടുക്കുന്ന ആ പരിപാടി തുടക്കം കുറിച്ചത്. അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോ മേയറായിരുന്ന സമയത്ത് ഈ സ്വർഗ വിവാഹം അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് കൗണ്ടി ക്ലാർക്കിന് നിർദ്ദേശം നൽകി. അങ്ങനെ അത് കോടതിയിലൊക്കെ പോയെങ്കിലും കോടതിയൊക്കെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടുന്നാണ് ഒരു തുടക്കമിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തീവ്ര നിലപാടുള്ള ആളുകളാണ് അടുത്ത ഇലക്ഷനിൽ വരാൻ പോകുന്നത്. അദ്ദേഹമൊക്കെയാണ് ജയിക്കുന്നതെങ്കിൽ. എന്തായാലും ഇതിൻ്റെ ഈ നിയമത്തിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ ഈ ഗേ കപ്പിൾസ് ഉണ്ട്, ആണുമാണും അവർ ആണുമാണും ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടിയുള്ളൊരു കുടുംബം. അപ്പോൾ അവർക്ക് ഒരു കുട്ടിയെ ദത്തെടുക്കുന്നു. അപ്പോൾ ആ കുട്ടിയുടെ പിതൃത്വം അല്ലെങ്കിൽ മാതൃത്വം ആർക്ക് എന്നുള്ള ആ സന്ദേഹം വരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഇത് ഡിഫൈൻ ചെയ്യുന്നു. ഇത് നോൺ ഗസ്റ്റേറ്റിംഗ് പേരൻറ്റ്, ഗർഭം ധരിക്കാത്ത പേരൻ്റെ രക്ഷിതാവാണ് എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കാം. അതുപോലെ തന്നെ 2 സ്ത്രീകളാണ് അവർ കുട്ടികളെ ദത്തെടുക്കുകയാണെങ്കിൽ അവരാണ് കുട്ടികളെ വളർത്തുന്നതെങ്കിൽ അവിടെയും പറയാം നോൺ ഗസ്റ്റേറ്റിംഗ് പേരൻറ്റ്, അവർ ഗർഭം ധരിക്കാത്ത പേരൻറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ യുക്തി എന്താണെന്ന് നമുക്കത്ര മനസ്സിലാവുന്നില്ല. ഒന്നാമതേ ഈ ഗേ ലെസ്ബിയൻ ഇതൊരു പ്രസ്ഥാനമാകുന്നത് എങ്ങനെയാണെന്നും തീരെ മനസ്സിലാവുന്നില്ല. അപ്പം നമ്മൾ ജനിക്കുമ്പോൾ ശാരീരികമായി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ചുരുക്കം ചിലർക്ക് അങ്ങനെ സംഭവിക്കാം, അങ്ങനെ സംഭവിച്ചുകൂടാഴികയില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നവരെ നമ്മൾ അർഹമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ ഇതിപ്പോൾ അതല്ല. കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ആണാകാം പെണ്ണാകാം, അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ച് വേണമെങ്കിൽ മരുന്ന് കഴിക്കാം, ഓപ്പറേഷൻ ചെയ്യാം. അതുപോലെ തന്നെ വീട്ടുകാരറിയാതെ തന്നെ ഈ മാറ്റങ്ങളൊക്കെ വരുത്താം. അത് സ്കൂളിലെ അധ്യാപകരൊക്കെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ആ രീതിയിലേക്ക് കാര്യങ്ങൾ, അത്ര തീവ്ര നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ മാഗ റിപ്പബ്ലിക്കൻസാണ് ഭേദം. നമ്മളൊക്കെ ആ നിലപാടിൽ ആ കുടുംബവും ആ ബന്ധങ്ങളും ആ നിലപാടിനെ അംഗീകരിക്കുന്നവരാണ് ഇന്ത്യക്കാരിൽ മിക്കവരും. നമ്മളെല്ലാവരും തന്നെ ആ സ്ഥിതിയിൽ ഈ സ്ഥിതിഗതി തന്നെയാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള അപജയങ്ങളോട് നമുക്ക് യാതൊരു താല്പര്യവുമില്ല. ഇതൊന്നും അപജയമല്ല, ഇതിനെതിരെ ഒന്നും പറയാൻ പോലും പാടില്ല എന്നാണ് നിയമമെന്ന് തോന്നുന്നു. പക്ഷേ അത് ശരിയാണോ ഇല്ലയോ എന്ന് നമ്മളത് ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഈ അസംബ്ലിക്കും
സെനറ്റിനുമൊക്കെ ഇതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ലേ? ഇത്രയും പിന്നെ ഇതിന് മാത്രം ഗേ കപ്പിൾസ് പിന്നെ ന്യൂയോർക്ക് സ്റ്റേറ്റിലുണ്ടോ? അപ്പോൾ ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് പഠിക്കുകയും പിന്നെ അതിനൊരു മാറ്റം വരുത്തുന്നതിന് ഒരു ശ്രമവും നടത്തുന്നതല്ലേ നല്ലത്? അതല്ലേ വേണ്ടത്? എന്തായാലും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെയാണ് പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ അമ്മയുടെ പേര് ഞാൻ ഓർക്കുന്നുണ്ട്. ഈയിടയ്ക്ക് അല്ലെ കുറച്ച് നാൾ മുമ്പ് വന്ന ഒരു സിനിമയുടെ പേര് എൻ്റെ ഉമ്മാൻ്റെ പേര്. അപ്പം പിന്നെ അപ്പന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏത് ഭാര്യയിലാണ് താൻ ജനിച്ചതെന്ന് അറിയാൻ വേണ്ടി അത് ടൊവിനോയുടെ ആ സിനിമയാണ്. നല്ലൊരു സിനിമ. ആ പേര് തന്നെ എന്ത് മനോഹരമാണ്, എൻ്റെ ഉമ്മാൻ്റെ പേര്. അപ്പം ഇനിയിപ്പോൾ ആ പേര് ന്യൂയോർക്കിലാണെങ്കിൽ എൻ്റെ ഗർഭം ധരിക്കാത്ത രക്ഷിതാവിൻ്റെ പേര് എന്ന് പേര് മാറ്റേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ തരം തീവ്ര നിലപാടുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ തീവ്ര വലതുപക്ഷത്തുള്ളവരെ ഇപ്പം ന്യൂയോർക്ക് പോസ്റ്റൊക്കെ ഇതിനെ അപഹസിച്ച് ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ട്. അത് എനിക്കും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ പിന്നെ ആര് പറഞ്ഞാലും നമ്മളത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കേണ്ടതുണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റി അതുപോലുള്ള പല യൂണിവേഴ്സിറ്റികളിലും ഈ റൂംമേറ്റ്സ് ആണും പെണ്ണും പിന്നെ റൂംമേറ്റ്സായിട്ട് വരുന്ന ഒരു സമ്പ്രദായമുണ്ട്. പിന്നെ ആരാണ് റൂംമേറ്റ്സ് എന്ന് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ യൂണിവേഴ്സിറ്റി എന്തോ ഒരു സിസ്റ്റമുണ്ട്. അതനുസരിച്ച് പിന്നെ വരുന്നവരെ അങ്ങോട്ട് ഓരോ റൂമിലേക്ക് അലോട്ട് ചെയ്യുന്നു. അത് ചിലപ്പം ഒരു റൂമിൽ തന്നെ ആണും പെണ്ണുമായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം, അങ്ങനെ ഒരു ജെൻഡർ ന്യൂട്രൽ ആയിട്ടാണ് അവർ ചിന്തിക്കുന്നത്, അത് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഒരേ റൂമിൽ തന്നെ ആണും പെണ്ണും ആയതുകൊണ്ട് അവരുടെ സദാചാരമെല്ലാം തകർന്നു പോകും എന്നൊരു ചിന്താഗതി ഇവിടെ ഇല്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സദാചാരം എന്താണ്? പിന്നെ അതിനെപ്പറ്റി ഞാൻ പിന്നെ നല്ലൊരു പദപ്രയോഗം എവിടെയോ കണ്ടു. നമ്മുടെ പിന്നെ കാലുകൾക്കിടയിൽ അതാണ് സദാചാരം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന വിഭാഗം മനുഷ്യർ. ഇനിയിപ്പം വേറൊരു വിഭാഗമുണ്ട്, സ്ത്രീ ശരീരം കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നരകത്തിൽ പോകും പുരുഷന്മാർ, അതുകൊണ്ട് സ്ത്രീകൾ പർദ്ദയിട്ട് നടക്കണം. ആ സിസ്റ്റം കേരളത്തിലൊക്കെ വളർന്നു വരുന്നു. പിന്നെ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ പലയിടത്തും അത് നടക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള റിട്രോഗ്രേഡായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള തീവ്ര നിലപാടുകൾ വരുന്നത്. എന്തായാലും ഈ അമ്മയുടെ പേര് മാറ്റാതിരിക്കുകയും അത് അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് തോന്നുന്നു. ഗവർണർ ഇനി പിന്നെ നിയമം ഒപ്പിടുകയോ ഇല്ലയോ എന്നാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്.